മഹാരാഷ്ട്ര, ആസാം തുടങ്ങിയ മേഖലയിലും കർണാടകത്തിലുമെല്ലാം സമാനമായ രീതിയിലുള്ള അക്രമങ്ങളാണ് അരങ്ങേറുന്നത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലെ BJP MLA ഗോവിന്ദ് പഡ്ഹൽക്കർ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ പരസ്യമായ കൊലവിളി നടത്തുകയുണ്ടായി. ഒരു പുരോഹിതനെ കയ്യേറ്റം ചെയ്താൽ 3 ലക്ഷം രൂപയും കാലോ കയ്യോ തല്ലി ഒടിച്ചാൽ 5 ലക്ഷം രൂപയും കൊലപ്പെടുത്തിയാൽ 11 ലക്ഷം രൂപയും ഇനാം നൽകുമെന്ന് MLA പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയ കാര്യം നമ്മളെല്ലാം കണ്ടു. അസാമിൽ ക്രിസ്ത്യാനിയിൽ അത് വിവിധ വിഭാഗം സഭാ നേതൃത്വത്തിലുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങൾ ഒളിച്ചു മാറ്റണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അരമനകൾ തോറും കയറിയിറങ്ങി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ RSS വിഭാഗം, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ ക്രിസ്തീയ വോട്ട് നേടുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഈ മതവേട്ടക്കെതിരായി, മതസ്പർദ്ധ, വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ സ്വാധീനവും സാന്നിധ്യവും ഉള്ളതുകൊണ്ടാണ് സംഘപരിവാർ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ അവരുടെ ഉള്ളിലിരിപ്പുള്ള നേരത്തെ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സാധിക്കാതിരിക്കുന്നത്.